നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാന അപകടവുമായി ബന്ധപ്പെട്ട് പാശ്ചാത്യ മാധ്യമങ്ങൾ നിരന്തരമായി ഇന്ത്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള വാർത്തകൾ നൽകുന്നത് പതിവായിരിക്കുകയാണ്. അപകടത്തിൽ മരിച്ച ഒരാളിന്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് 2 ശവപ്പെട്ടികളിലായി അയച്ചു എന്നാണ് വാർത്തകൾ പുറത്തുവരുന്നത്. അപകടത്തിൽ മരിച്ച ബ്രിട്ടീഷ് പൗരന്മാരുടെ മൃതദേഹങ്ങൾ പലതും ആളുമാറിയാണ് അയച്ചത് എന്ന് കഴിഞ്ഞ ദിവസം പാശ്ചാത്യ മാധ്യമങ്ങളിൽ വാർത്ത പുറത്തുവന്നിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് മൃതദേഹം 2 ശവപ്പെട്ടികളിലായി അയച്ചു എന്ന പരാതി കൂടി പുറത്തുവരുന്നത്. മോർച്ചറിയിൽ വെച്ച ബന്ധുക്കളെ കാണിക്കുന്നതിനായി ശവപ്പെട്ടി തുറന്നപ്പോൾ അതിലുണ്ടായിരുന്ന മൃതദേഹത്തിൽ 2 തലകൾ കണ്ടെത്തിയെന്നാണ് മരിച്ച യാത്രക്കാരന്റെ കുടുംബം ആരോപിക്കുന്നത്. ഇതിലെ ഒരു തല അവരുടെ ബന്ധുവിന്റേത് തന്നെയായിരുന്നു. രണ്ടാമത്തെ തല ആരുടേതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ കത്തിക്കരിഞ്ഞ അവസ്ഥയിലുമാണ്. ആദ്യം പറഞ്ഞ വിധവയുടെ ഭർത്താവിന്റെ മൃതദേഹം 2 തവണയായിട്ടാണ് എത്തിച്ചത് എന്നും 2 ശവസംസ്കാര ചടങ്ങുകൾ നടത്തേണ്ടി വന്നു എന്നുമാണ് പരാതി. 53 ബ്രിട്ടീഷ് പൗരന്മാരാണ് വിമാന അപകടത്തിൽ മരിച്ചത്. കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ നിയോഗിച്ച അഭിഭാഷകനാണ് മാധ്യമങ്ങളോട് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഇക്കാര്യത്തിൽ വ്യാപകമായ തോതിൽ പിഴവുകൾ സംഭവിച്ചു എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ഇന്ത്യൻ രക്ഷാപ്രവർത്തകരുടെയും ഡോക്ടർമാരുടെയും കഴിവുകേടാണ് ഇതിന് കാരണം എന്നാണ് ആരോപണം ഉയർന്നത്. എങ്കിലും അവരെ സഹായിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ അയച്ച സംഘത്തിന് ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്നാണ് വ്യോമയാന നിയമ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ബ്രിട്ടീഷ് കോൺസുലാർ സർവീസ്, വിദേശകാര്യ ഓഫീസ് എന്നിവർ ഇക്കാര്യത്തിൽ മതിയായ പിന്തുണ നൽകിയില്ല എന്നാണ് മരിച്ചവരുടെ ബന്ധുക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇക്കാര്യത്തിലെ അപാകതകൾ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്ക് കത്ത് നൽകാനും അവർ തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം ലണ്ടൻ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ ആശങ്കയറിയിച്ചു എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത്. കേരളയിലെ ഓർപ്പിംഗണ്ടിൽ നിന്നുള്ള 71-കാരിയായ മൈക്രോബയോളജിസ്റ്റ് ശോഭന പട്ടേലിന്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ മറ്റൊരു മൃതദേഹവുമായി ശവപ്പെട്ടിയിൽ കലർന്നിരുന്നതായി പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. വിമാനത്തിൽ ഉണ്ടായിരുന്ന പല യാത്രക്കാരുടെയും പേരിൽ പട്ടേൽ എന്നുണ്ടായിരുന്നതാണ് ആശയക്കുഴപ്പത്തിന് കാരണമായത് എന്നാണ് പലരും പറയുന്നത്. മരിച്ചവരുടെ ബന്ധുക്കളുടെ DNA സാമ്പിളുകൾ എത്തിയിരുന്ന എന്നിട്ടും ഇത് എങ്ങനെ സംഭവിച്ചു എന്നാണ് പലരും ചോദിക്കുന്നത്. സത്യത്തിൽ നമുക്കറിയാം, ഈ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ നിന്നും ഇപ്പോഴും കരകയറാതെ അതിൽ നിന്നും രക്ഷപ്പെട്ട ഏക യാത്രക്കാരൻ ഇപ്പോഴും മാനസിക നില തകർന്ന് ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് കിട്ടിയ ഇത്തരത്തിലുള്ള ഈ ശവസംസ്കാര ചടങ്ങുകൾ പോലും നടത്താൻ സാധിക്കാത്ത, എന്നാൽ 2 വട്ടം ഒരാൾക്ക് നടത്തേണ്ടി വരുന്ന സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടാകുന്നത്. മുഴുവനായി നോക്കുകയാണെങ്കിൽ വശപിശകുകളും അതുപോലെ തന്നെ പലതരത്തിലുള്ള സംഭവ വികാസങ്ങളും തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ സംഭവിക്കുന്നതെന്ന് വ്യക്തമാവുകയാണ്. കൃത്യമായി ഇന്ത്യ ഇതിലൊരു ഇടപെടൽ, ഒരു മറുപടി നൽകുമെന്ന കാര്യത്തിലും സംശയമില്ല.